Good morning. Today going to talk about introduction to healthcare marketing. Marketing management in healthcare എന്നുള്ള സബ്ജക്റ്റിലെ 3rd യൂണിറ്റിലെ പോർഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Healthcare marketing. Healthcare marketing is a specialized branch of marketing that focuses on promoting healthcare services, facilities, products and technologies to patient, healthcare professional and other stakeholders. Healthcare marketing എന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റിംഗ് തന്നെയാണ്. നമ്മുടെ ഹെൽത്ത് കെയർ സർവീസസുകൾ നമ്മൾ എന്ത് ചെയ്യണം, മാർക്കറ്റ് ചെയ്യണം. ഫെസിലിറ്റീസ്, പ്രൊഡക്റ്റുകൾ, ടെക്നോളജികൾ, അതായത് ഹെൽത്ത് കെയർ സർവീസസ്, അതുപോലെ തന്നെ അതിൻ്റെ എക്യുപ്മെൻറ്റ്സ്, സാധനങ്ങളൊക്കെ സെയിൽ ചെയ്യുന്ന ആൾക്കാർ, മെഡിസിൻസ് സെയിൽ ചെയ്യുന്ന ആൾക്കാർ, ടെക്നോളജികൾ സെയിൽ ചെയ്യുന്ന ആൾക്കാർ, അവരൊക്കെ എന്ത് ചെയ്യാണ്. അതുപോലെ തന്നെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസും സ്റ്റേക്ക് ഹോൾഡേഴ്സിന് വേണ്ടിയിട്ട് നമ്മളെ പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്, മാർക്കറ്റ് ചെയ്യുകയാണ്. അതാണ് ഹെൽത്ത് കെയർ മാർക്കറ്റിംഗ് എന്ന് പറയാം. അൺലൈക്ക് ജനറൽ കൺസ്യൂമർ മാർക്കറ്റിംഗ്, ഹെൽത്ത് കെയർ മാർക്കറ്റിംഗ് ഓപ്പറേറ്റ്സ് ഇൻ എ കോംപ്ലക്സ് എൻവയോൺമെൻറ്റ് ഷേപ്ഡ് ബൈ ദ സ്ട്രിക്റ്റ് റെഗുലേഷൻ, എത്തിക്കൽ കൺസിഡറേഷൻ, ഇമോഷണൽ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഹൈ സ്റ്റേക്ക് ഔട്ട്കംസ്. ഇവിടെ മറ്റുള്ള മാർക്കറ്റിങ്ങിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ കാര്യമായിട്ട് നിയന്ത്രണങ്ങളൊന്നുമില്ല. നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കണം, അത് സെയിൽ ചെയ്യണം. പക്ഷേ ഇവിടെ നമുക്ക് ഓരോ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ പ്രൊസീജിയേഴ്സിൽ വ്യത്യാസമുണ്ട്, കൃത്യമായ നിയന്ത്രണങ്ങളുണ്ട്. ഏത് പ്രൊഡക്റ്റാണെങ്കിലും, മെഡിസിൻസ് ആണെങ്കിലും, അതിലുപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ് ആണെങ്കിലും, ഉപയോഗിക്കുന്ന ടെക്നോളജി ആണെങ്കിലും, അതിലൊക്കെ നമുക്ക് സ്ട്രിക്റ്റ് റെഗുലേഷൻസ് ഉണ്ട്, എത്തിക്കൽ കൺസിഡറേഷൻസ് ഉണ്ട്. നമുക്കത് ചില കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല, ചില കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇമോഷണൽ ഡിസിഷൻ മേക്കിംഗ്, പിന്നെ നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻസ്, അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, അതൊക്കെ അനുസരിച്ചാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഔട്ട്കം, മറ്റുള്ളവർക്ക് കിട്ടുന്ന ബെനിഫിറ്റിലും വ്യത്യാസങ്ങളുണ്ട്. ഹെൽത്ത് കെയർ ഈസ് നോട്ട് ജസ്റ്റ് അനദർ ഇൻഡസ്ട്രി, ഇറ്റ്സ് എൻ എസെൻഷ്യൽ സർവീസ് സെക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസ് പബ്ലിക് ഹെൽത്ത്. ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാൽ ഒരു സർവീസ് സെക്ടറാണ്. സർവീസാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇക്കണോമിക് സ്റ്റെബിലിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ലൈഫ്, നമ്മുടെ ഹെൽത്തിനെയും അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് ലൈഫിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നതാണ് ഹെൽത്ത് കെയർ മാർക്കറ്റിംഗ്. അതുകൊണ്ട് തന്നെ ടുഡേ ഇൻക്ലൂഡ് ഹോസ്പിറ്റൽസ്, ക്ലിനിക്സ്, ഡയഗ്നോസ്റ്റിക് സെൻറ്റേഴ്സ്, ഫാർമസ്യൂട്ടിക്കൽസ്, മെഡിക്കൽ ഡിവൈസസ്, ടെലിഹെൽത്ത് പ്ലാറ്റ്ഫോം, ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ്, വെൽനസ് പ്രോഗ്രാം ആൻഡ് ഈവൻ പബ്ലിക് ഹെൽത്ത് ഇനിഷ്യേറ്റീവ്. അതായത് നമ്മളിപ്പോൾ കുറേ ഹെൽത്ത് കെയർ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ആ ഫീൽഡിൽ ഹോസ്പിറ്റൽസ് ഉണ്ട്, ക്ലിനിക്സ് ഉണ്ട്, ഡയഗ്നോസ്റ്റിക് സെൻറ്റേഴ്സ് ഉണ്ട്, ഫാർമസ്യൂട്ടിക്കൽസ് ഉണ്ട്, മെഡിക്കൽ ഡിവൈസസ് എക്യുപ്മെൻറ്റ്സ് വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്, ടെലിഹെൽത്ത് പ്ലാറ്റ്ഫോംസ്, ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ചിട്ട് ടെലിഹെൽത്ത് മെഡിസിൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്, ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. ഹെൽത്ത് കെയറിൽ വരുന്ന മെയിനായിട്ടുള്ളൊരു ആൻസർ ഫാക്ടറാണ് ഇൻഷുറൻസ്. വെൽനസ് പ്രോഗ്രാംസ്, നമ്മുടെ വെൽനസ്സിന് വേണ്ടിയിട്ടുള്ള ജിമ്മ് കാര്യങ്ങൾ, അതൊക്കെ ഈ ഹെൽത്ത് കെയർ ഫീൽഡിൽ വരുന്നതാണ്. ഈവൻ പബ്ലിക് ഹെൽത്ത് ഇനിഷ്യേറ്റീവ്, പിന്നെ പബ്ലിക് ഹെൽത്തിന് വേണ്ടി എടുക്കുന്ന ഈ പൾസ് പോളിയോ പ്രോഗ്രാം പോലെയുള്ള പ്രോഗ്രാംസുകളൊക്കെ ഇതിൽ വരുന്നത്, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഹെൽത്ത് കെയർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ആൾക്കാരിലേക്ക് എത്തിക്കുന്നത്? ചിലതൊക്കെ സർവീസായിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടായിരിക്കാം, ചിലതൊക്കെ നമ്മൾ പെയ്ഡായിട്ട് കൊടുക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെയുള്ള സർവീസുകളൊക്കെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഹെൽത്ത് കെയറിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ യൂണിറ്റിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓവർവ്യൂ ഓഫ് ദ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി. ദ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ഈസ് വാസ്റ്റ്, ഡൈവേഴ്സ് ആൻഡ് ഹൈലി റെഗുലേറ്റഡ്. ഇവിടെ മെയിനായിട്ടുള്ള കാരണം വാസ്റ്റാണ്, ഡൈവേഴ്സാണ്, അതുപോലെ തന്നെ ഹൈലി റെഗുലേറ്റഡാണ്. കൃത്യമായിട്ടുള്ള കുറേ നിയമങ്ങളുണ്ട്. മേജർ സെക്ടേഴ്സ് വിത്തിൻ ദ ഹെൽത്ത് കെയറിൽ വരുന്ന മെയിനായിട്ടുള്ള സെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സ് പ്രൊവൈഡ് ഇൻപേഷ്യൻ്റ് ആൻഡ് ഔട്ട് പേഷ്യൻ്റ് കെയർ അക്രോസ് ജനറൽ ആൻഡ് സ്പെഷ്യലൈസ്ഡ് ഡൊമൈൻസ്. അതായത് ഇൻപേഷ്യൻ്റായിട്ടും അവിടെ വലിയ ഹോസ്പിറ്റലാണെങ്കിൽ അവിടെ ഇൻപേഷ്യൻ്റ് കൂടി ഉണ്ടാവും, അല്ലെങ്കിൽ ഔട്ട് പേഷ്യൻ്റ്, നമ്മൾ ക്ലിനിക്കുകളൊക്കെ ആണെങ്കിൽ ഔട്ട് പേഷ്യൻ്റ് സർവീസുകളാണ് കൂടുതലും പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ജനറൽ ആയിട്ടുള്ളതും ഉണ്ടായിരിക്കും, സ്പെഷ്യലൈസ്ഡ് ആ പർപ്പസിന് വേണ്ടി മാത്രമുള്ള ക്ലിനിക്കുകളുണ്ട്. ഡയഗ്നോസ്റ്റിക് ആൻഡ് ലബോറട്ടറീസ് ഓഫറിംഗ് ഇമേജിംഗ്, പത്തോളജി, ടെസ്റ്റിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങൾ. ഫാർമസ്യൂട്ടിക്കൽസ്, റിസർച്ച്, മാനുഫാക്ചർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഡ്രഗ്സ് ആൻഡ് വാക്സിൻസ്. ദെൻ മെഡിക്കൽ ഡിവൈസ് എക്യുപ്മെൻറ്റ്സ്, അതുപോലെ തന്നെ ഉപയോഗിക്കുന്നതാണ്. കുറേ മെഡിക്കൽ ഡിവൈസ് എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. സപ്ലൈ ടൂൾസ് ആൻഡ് ടെക്നോളജീസ് യൂസ്ഡ് ഇൻ പ്രിവെൻഷൻ, ഡയഗ്നോസ്റ്റിക് ആൻഡ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. ഇൻഷുറൻസ് ആൻഡ് ഹെൽത്ത് പ്ലാൻസ് മാനേജ് ഫിനാൻഷ്യൽ റിസ്ക് ആൻഡ് പ്രൊവൈഡ് കവറേജ് ഫോർ മെഡിക്കൽ എക്സ്പെൻസസ്. അതിന് വേണ്ടിയിട്ട് ഇൻഷുറൻസ് പ്ലാനുകളുണ്ട്. പബ്ലിക് ഹെൽത്ത് ഏജൻസീസ് ഉണ്ട്, പ്രൊമോട്ട് കമ്മ്യൂണിറ്റി ഹെൽത്ത്, കൺട്രോൾ എപ്പിഡമിക്, റെഗുലേറ്റഡ് ഇൻഡസ്ട്രി, അതൊക്കെ ഇൻഡസ്ട്രി പ്രാക്ടീസ് കൺട്രോൾ ചെയ്യുന്നു. ഇനി ടെലി ഹെൽത്ത് ആൻഡ് ഡിജിറ്റൽ ഹെൽത്ത്, യൂസിങ് ടെക്നോളജി ടു എക്സ്റ്റേണൽ കെയർ ബിയോണ്ട് ഫിസിക്കൽ ഫെസിലിറ്റീസ്, അതിന് വേണ്ടി. ഇനി ഇൻഡസ്ട്രി ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഹൈ റെഗുലേഷൻ ആൻഡ് കോംപ്ലയൻസ് റിക്വയർമെൻറ്റ്സ്. അതായത് കൃത്യമായ നിയമങ്ങളും അതുപോലെ തന്നെ കോംപ്ലയൻസ് നമ്മൾ പാലിക്കേണ്ട കുറേ കാര്യങ്ങൾ ഉണ്ട്.
ഹൈ ഇൻവോൾവ്മെൻറ്റ് ഡിസിഷൻ. നമുക്ക് കുറേ സമയം എടുത്തിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഓടിപ്പോയിട്ട് കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങുന്ന പോലെയല്ല, അതിൻ്റെ ദോഷഫലങ്ങളും ഗുണങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ്. അതായത് നമ്മൾ തീരുമാനം എടുക്കുന്നതിന് വളരെയധികം ഇൻവോൾവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ പറഞ്ഞു എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയും വേറെ ഡോക്ടറെയും കൂടി കൺസൾട്ട് ചെയ്തിട്ട് അവരുടെ കൂടി അഭിപ്രായം കേട്ടിട്ട് വേണം ചെയ്യാനായിട്ട് എന്ന് പറയും. കാരണം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടാണ് അതിൽ ട്രീറ്റ്മെൻറ്റും കാര്യം. അതാണ് ഇൻവോൾവ്മെൻറ്റ്, ഹൈ ഇൻവോൾവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഡിപ്പെൻഡൻസ് ഓൺ ട്രസ്റ്റ് ആൻഡ് പ്രൊഫഷണൽ ക്രെഡിബിലിറ്റി. അതുപോലെ തന്നെ നമുക്ക് വിശ്വാസം നമ്മളെ മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ചില ഡോക്ടർമാരിലുള്ള ഒരു ക്രെഡിബിലിറ്റി അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. പിന്നെ സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഓഫ് ടെക്നോളജി ഇന്നോവേഷൻ ആൻഡ് പോളിസി സെയിം എപ്പോഴും അതുപോലെ തന്നെ വരുന്നതാണ്. ടെക്നോളജി ഇന്നോവേഷൻ അതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പുതിയ പുതിയ ടെക്നോളജീസ്, അപ്ഡേറ്റഡ് ആയ ടെക്നോളജി, അതിൽ വരുന്ന മാറ്റങ്ങൾ, നയങ്ങൾ വരുന്ന മാറ്റം അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. ഇനി സർവീസ് മാർക്കറ്റിംഗ് ഫണ്ടമെൻറ്റൽസ്. ഹെൽത്ത് കെയർ പ്രൈമറി സർവീസ് മാർക്കറ്റാണ്. ടാഞ്ചിബിൾ പ്രൊഡക്റ്റിൻ്റെ പോലെയല്ല, ഒരു സർവീസാണ്. അതിൽ വരുന്ന മെയിനായിട്ടുള്ള ചില ടേമുകളാണ് പറയുന്നത്. ഇൻടാഞ്ചിബിലിറ്റി. സർവീസ് കനോട്ട് ബി ടച്ച്ഡ്, സ്റ്റോർഡ് ആൻഡ് ഈസിലി ഡിസ്പ്ലേഡ്. സർവീസ് ചെയ്തു കൊടുക്കുന്നത് നമുക്ക് കാണാനോ നോക്കാനോ ഒന്നും പറ്റില്ല. പേഷ്യൻറ്റ് കനോട്ട് ഫിസിക്കലി ഇൻസ്പെക്ട് കെയർ ബിഫോർ റിസീവിങ് ഇറ്റ്. ദേ റിലേ ഓൺ റിപ്യൂട്ടേഷൻ, എവിഡൻസ് ആൻഡ് അഷുറൻസ്. നമുക്ക് ഇൻടാഞ്ചിബിളാണ്. ആ സർവീസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് തൊട്ട് നോക്കാനോ ചെയ്ത് നോക്കാനോ ഒന്നും പറ്റില്ല. നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ പ്രൊഡക്റ്റ് നമുക്ക് നോക്കാം, അത് ഉപയോഗിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് അതിൻ്റെ പാക്കിങ് കാര്യങ്ങളൊക്കെ നോക്കാം. അതുപോലെ ഒരു സർവീസ് നമുക്ക് ഒരു സർജറി ചെയ്ത് നോക്കുന്നതിന് മുമ്പ് അതിൻ്റെ കാര്യങ്ങളൊന്നും നമുക്ക് നോക്കാൻ പറ്റില്ല. അതാണ് ഇൻടാഞ്ചിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ നോക്കുന്നത് അഷുറൻസ്, എവിഡൻസ്, റെപ്യൂട്ടേഷൻ, സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലാണോ, ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സാണോ, അതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇനി ഹെറ്ററോജീനിറ്റി. സർവീസ് വെരി ബേസ്ഡ് ഓൺ ഹൂ പ്രൊവൈഡ് ദം, വെൻ, വേർ. പേഷ്യൻ്റ് എക്സ്പീരിയൻസ് ഡിപ്പെൻഡ്സ് ഓൺ സ്റ്റാഫ് കോമ്പിറ്റൻസ്, എംപതി ആൻഡ് പ്രോസസ്, ക്രിയേറ്റിംഗ് ചലഞ്ചസ് ഫോർ സ്റ്റാൻഡർഡൈസേഷൻ. ഹെറ്ററോജീനിറ്റി എന്ന് പറഞ്ഞാൽ സർവീസിൽ അതാണ് ആര് പ്രൊവൈഡ് ചെയ്യണു, എവിടെ ചെയ്യണു, എപ്പോൾ ചെയ്യണു, അതിനൊക്കെ അനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. അതായത് ഒരാൾ ഒരു പേഷ്യൻറ്റ് ചെയ്യുന്ന പോലെയല്ല വേറൊരാൾക്ക് ചെയ്തു കൊടുക്കുക, ഒരേപോലെയല്ല എല്ലാതും. ഇപ്പോൾ നമ്മളൊരു കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ അതെല്ലാതും സെയിമാണ്, ഹോമോജീനിയസ് എന്ന് പറയും, ഒരേപോലെ ആയിരിക്കും. പക്ഷേ ഒരേ ആൾ തന്നെ, ഒരേ ഡോക്ടർ തന്നെ ഒരു രോഗിനെ ട്രീറ്റ് ചെയ്യുന്ന പോലെയല്ല മറ്റൊരു രോഗിനെ ട്രീറ്റ് ചെയ്യുന്നത്, ഒക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന കൺസൾട്ടേഷനും പ്രിസ്ക്രിപ്ഷനും ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ച് സർവീസിൽ വ്യത്യാസങ്ങളുണ്ടായിരിക്കും. അതാണ് ഹെറ്ററോജീനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ബിസ്ക്കറ്റ് പാക്കറ്റ്, ഒരു കമ്പനിയുടെ പാക്കറ്റ് പറഞ്ഞാൽ അത് എല്ലാ പാക്കറ്റും ഒരേപോലെയാണ്, ഒരേ ടേസ്റ്റ് ആയിരിക്കും, ഒരേ സ്മെല്ലായിരിക്കും. അതാണ് ഹോമോജീനിറ്റി എന്ന് പറയുന്നത്. ഹെറ്ററോജീനിറ്റി എന്ന് പറഞ്ഞാൽ ഒരേ ഡോക്ടർ തന്നെ പല പേഷ്യൻറ്റിനും കൊടുക്കുന്ന മരുന്നുകൾക്ക് വ്യത്യാസമാണ്, അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് വ്യത്യാസമാണ്, അങ്ങനെയല്ലാതെ. അതുകൊണ്ടാണ് ഇവിടെ ഹെറ്ററോജീനിറ്റി എന്ന് പറയുന്നത്. ഇൻസെപ്പറബിൾ. പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ ഒക്കർ സൈമൾട്ടേനിയസ്ലി. സർജിക്കൽ പ്രൊസീജിയർ ഫോർ ഇൻസ്റ്റൻറ്റ് ഹാപ്പൻസ് റിയൽ ടൈം വിത്ത് ദ പേഷ്യൻറ്റ് പ്രസൻറ്റ്, ലിങ്കിങ് സർവീസ് ക്വാളിറ്റി ഡയറക്ട്ലി ടു ദ പ്രൊവൈഡർ. ഇൻസെപ്പറബിലിറ്റി എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതും കൺസ്യൂം ചെയ്യുന്നതും ഒരേ സമയത്ത് തന്നെ. അതായത് ഒരു സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന അപ്പോൾ തന്നെയാണ് അയാൾക്ക് അത് കിട്ടുന്നത്. അല്ലാതെ നമ്മൾ മുന്നേ ഉണ്ടാക്കി വെച്ചിട്ട് അത് കൊടുന്ന് വിൽക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ പ്രൊഡക്റ്റുകളൊക്കെ ആണെങ്കിൽ മുന്നേ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടാണ് വിൽക്കുന്നത്. പക്ഷേ സർവീസിൽ നമ്മളെന്താണ് സെപ്പറബിളാണ്. അതായത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ആ സർജറി ചെയ്യുമ്പോൾ തന്നെയാണ് ആ സർജറിയുടെ ബെനിഫിറ്റ് അവർക്ക് കിട്ടുന്നത്. അതായത് ഒരുമിച്ച് തന്നെയാണ്, പ്രൊഡക്ഷനും കൺസംഷനും ഒരുമിച്ചാണ്. അതേസമയം അത് ചെയ്യുന്നതും കിട്ടുന്നതും ഒരു സമയത്താണ്. ഇനി പെരിഷബിലിറ്റി. അൺയൂസ്ഡ് സർവീസ് കപ്പാസിറ്റി ദെൻ കനോട്ട് ബി സ്റ്റോർ ഫോർ ഫ്യൂച്ചർ യൂസ്. നമുക്ക് ഇപ്പോൾ ഉപയോഗിക്കണില്ല എന്ന് വിചാരിച്ചിട്ട് ഫ്യൂച്ചറിലേക്ക് അത് എടുത്ത് വയ്ക്കാനൊന്നും പറ്റില്ല. പെരിഷബിളാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇപ്പോൾ സർവീസ് ആയാലും സമയമായാലും അതൊക്കെ പോവും. ഇപ്പോൾ നമുക്കിവിടെ എക്സാമ്പിൾ തന്നിരിക്കുന്നത് ഒരു ഹോസ്പിറ്റലിലെ കുറച്ച് ബെഡുകൾ കാലത്ത് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. പക്ഷേ അത് ഒഴിഞ്ഞു കിടക്കണമെന്നില്ല, കുറച്ച് കഴിയുമ്പോഴേക്കും അവിടെയൊക്കെ ആൾക്കാർ വന്നു എന്ന് വരാം. പെരിഷബിളാണ്. അൺയൂസ് ചെയ്യാത്ത കപ്പാസിറ്റി കുറച്ച് കഴിയുമ്പോൾ അപ്പം തന്നെ നമുക്ക് ചിലപ്പോൾ 10 ആൾ ഒരുമിച്ച് വന്നു എന്ന് വരാം. അപ്പോൾ അങ്ങനെ പെരിഷബിളാണ്, പെട്ടെന്നത് തീരും. അത്രയാണ് മെയിനായിട്ട് വരുന്ന സർവീസ് മാർക്കറ്റിംഗ് ഫണ്ടമെൻറ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ.